പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 26-ാം തീയതി നമ്മളെല്ലാം ഭാരതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളും ഈ ഭാരതത്തിലും ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയറായിരിക്കണം. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും വികസന മേഖലയിലും ഒക്കെയുള്ള കുതിച്ചുചാട്ടം എന്തായിരുന്നുവെന്ന് ഓരോ വോട്ടർമാരും ചിന്തിക്കേണ്ടതാണ്. നമുക്കിതൊന്നും ആവശ്യമില്ല, ആരെങ്കിലും ജയിക്കട്ടെ, ആരെങ്കിലും പാർലമെൻറ്റിൽ പോകട്ടെ. ആ ഒരു ചിന്താഗതി കൊണ്ടാണ് രാജ്യത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രയോജനം ഇതുവരെ ഉണ്ടാകാതിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വികസനം ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മളുടെ വോട്ടവകാശം രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കോട്ടെ നമ്മുടെ നാടിന് പ്രയോജനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഭാവി തലമുറയ്ക്ക് ഭാരതത്തിൽ തന്നെ ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന നേതാക്കളെ വേണം തിരഞ്ഞെടുത്തു വിടാൻ. ജനപ്രതിനിധികളായിരിക്കണം പാർലമെൻറ്റിൽ പോയിരിക്കാനെന്നുള്ള ഒരു ബോധം നമുക്കില്ല, അവബോധമില്ലാതെ അതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ 20 MP-മാരും പാർലമെൻറ്റിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടും ഉദ്ദേശിച്ച ഫലം ഈ 14 ജില്ലകളിലും 20 മണ്ഡലങ്ങളിലും കൊണ്ടുവരാതിരുന്നതെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടും. നമ്മൾക്കിനി എന്താണ് അങ്ങനെ ചിന്തിക്കാതെ എല്ലാവരും അവരുടെ വോട്ടവകാശം രാജ്യത്തിൻ്റെ പുരോഗതിക്കായി, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി, രാജ്യത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളിലെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില കൂടി, ഇതൊക്കെയാണ് ആകെ പറയാനുള്ള ഒരു കാര്യം. മതേതരത്തിന് കോട്ടം തട്ടി. ഇവിടെ മതേതരത്തിന് കോട്ടം തട്ടാതിരുന്ന കഴിഞ്ഞ 10 വർഷമാണിത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഭാരതത്തിൻ്റെ വികസന മുന്നേറ്റം എന്തായിരുന്നുവെന്നും ഫുൾഫിൽ ചെയ്യപ്പെട്ട, സാക്ഷാത്കരിക്കപ്പെട്ട, സബലീകരിക്കപ്പെട്ട ആ പ്രവർത്തനങ്ങളെ ഒന്ന് ഓടിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയ വീഡിയോ പരമ്പര ഇന്നിവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ മോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ലോകത്തെ എമ്പാടും അറിയപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കിയത്. അതിലെല്ലാം ഒന്നും എല്ലാവർക്കും അറിയില്ല. എണ്ണിയാൽ തീരാത്തത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രോജക്റ്റുകളുണ്ട്, ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ പറയാനാവത്തില്ലെങ്കിൽ അത്യാവശ്യം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ചെയ്തു തീർത്ത കുറച്ച് പ്രവർത്തനങ്ങളുടെ മാത്രം പേരുകൾ അത് മാത്രം ഒന്ന് സൂചിപ്പിച്ചു പോകാം. അതായത് നമുക്ക് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാർലമെൻറ്റ് മന്ദിരമായിരുന്നു ഉണ്ടായിരുന്നത്. വൈദേശിക ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ആ ഒരു പാർലമെൻറ്റ് മന്ദിരം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഒരു പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പണിതുയർത്തുകയുണ്ടായി. അതാണ് നമുക്ക് എടുത്തു പറയത്തക്ക, നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്ത് നിൽക്കാവുന്ന അടിമത്തത്തിൻ്റെ തെളിവല്ലാത്ത ഒരു സഭാമന്ദിരം ഡൽഹിയിൽ പണിതുയർത്തി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്പോർട്സിനും കളികൾക്കും എല്ലാം ഇന്ത്യയിൽ ധാരാളം സാധ്യതകളുണ്ട്. പണ്ടില്ലാത്തതുപോലെ വ്യക്തിഗതമായ നേട്ടങ്ങളും രാഷ്ട്രത്തിനുള്ള നേട്ടങ്ങളും എല്ലാ സ്പോർട്സ് രംഗത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഗുജറാത്തിൽ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. പിന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ലോകത്തിലേക്കും ഏറ്റവും ഉയരം കൂടിയ ഒരു സ്റ്റാച്യു, 600 ചെറുനാട്ടുരാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന വൈദേശിക ആധിപത്യം, പ്രത്യേകിച്ച് ഒടുവിലത്തെ ബ്രിട്ടീഷ് ഭരണം, അവരുടെ ഭരണം കഴിഞ്ഞ് ഇവിടുന്ന് വെച്ചൊഴിഞ്ഞ് പോകുമ്പോഴേക്കും അവർ പാകിസ്ഥാനെ ഇന്ത്യ വിഭജിച്ച് 2ആക്കി കൊടുത്തെങ്കിലും ബാക്കിയുള്ളവരെയെല്ലാം യോജിപ്പിച്ച് നിർത്തി അങ്ങനെ ഒറ്റ രാജ്യം, അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടാക്കിയ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ, ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ, എന്തുകൊണ്ടും ഒന്നാമത്തെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അദ്ദേഹം ജനിച്ച നാട്ടിൽ
ഗുജറാത്തിൽ ഉയർന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെ സ്റ്റാച്യു കാക്ക തൂറാനാണെന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പം ഒന്നും പറയാനില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ വിനോദസഞ്ചാരം വഴി ഗുജറാത്ത് ഗവൺമെൻറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുത. പിന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം, ഏറ്റവും നല്ല ഹൈവേ ടണൽ, അതുപോലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസുകൾ, അതായത് കപ്പൽ നിർമ്മാണം, ഏറ്റവും നീളം കൂടിയ കപ്പൽ നിർമ്മിച്ചത്, പിന്നെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം ഏറ്റവും നീളം കൂടിയത്, എല്ലാം ലോകത്തിലേക്ക് നമ്പർ 1 ആയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം, അതായത് ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം അത് ഗുജറാത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓഫീസുകളുടെ ഒരു നിര, ലോകത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു ഓഫീസ് നിരകളില്ല. അവിടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്നവർക്ക് സമ്മേളനങ്ങൾ നടത്താനും എല്ലാ തരത്തിലുള്ള ബിസിനസ് മീറ്റുകൾ നടത്താനും എല്ലാമുള്ള വലിയൊരു ഓഫീസ് നിര ഗുജറാത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് ലോകത്തിലെ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ 11 കോടി ടോയ്ലറ്റ് ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് മോദിജി അധികാരത്തിലേറിയ കാലം മുതൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് അതിൻ്റെ ഉപഭോക്താക്കളാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതുപോലെ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ നിന്നുണ്ടായതുകൊണ്ടാണ്. 11 കോടി ടോയ്ലറ്റുകളാണ്. പിന്നെ അതുപോലെ 262 മെഡിക്കൽ കോളേജുകൾ, പിന്നെ 7 വമ്പൻ IITകൾ, 15 എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഹിന്ദുക്കളുടെ ഭാരതീയരുടെ ആകമാനം രാമരാജ്യം എന്ന സങ്കല്പത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രാമൻ ജനിച്ച ആ രാമഭൂമിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് വളരെയധികം നിയമക്കുരുക്കുകളിലും തർക്കങ്ങളിലും കലഹങ്ങളിലും ഒക്കെ നിലനിന്നു പോയ വർഷങ്ങളോളമായിട്ട് അതിനു വേണ്ടിയുള്ള മുറവിളിയായിരുന്നു. അതിന് ഒരു സമാധാനമായ പരിഹാരം സുപ്രീം കോടതി വഴി ഉണ്ടാക്കി അവിടെ രാമക്ഷേത്രം പണിയാനായതെന്ന് പറയുന്നത് മോദിജിയുടെ കാലത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എടുത്തു കാണിക്കാവുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ്, നമ്മളിതൊന്നും കേട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ എത്ര കേൾക്കാത്ത പദ്ധതികളാണ് മോദിജി ഗവൺമെൻറ് കൊണ്ടുവന്നതും നടപ്പിലാക്കിയത്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ, അതെല്ലാ ആളുകളും ആഗ്രഹിച്ചിരുന്നതാണ്. ജപ്പാനും ജർമ്മനിയും US-ലും റഷ്യയിലും ഒക്കെ ഉള്ള ട്രെയിനുകൾ, സ്പീഡ് കൂടിയ ട്രെയിനുകൾ ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ട്രെയിൻ യാത്രക്കാരനും കാണത്തില്ല. ഇപ്പോൾ പലരും പറയുന്ന ഞാൻ കേൾക്കാറുണ്ട്, ട്രെയിൻ ടിക്കറ്റിൻ്റെ ചാർജ് കൂട്ടി. ഇങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് നിസ്സാര ചാർജിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാർജ് കൂട്ടാതെ റെയിൽവേയുടെ വികസനം നടക്കുമോ? പണം അച്ചടിക്കാൻ പറ്റത്തില്ലല്ലോ, അച്ചടിക്കാനും മറ്റ് മാർഗങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ റെയിൽവേ നിരക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ ഗ്യാസിന് വില കൂട്ടുകയോ പെട്രോളിന് വില അല്പം വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ രാജ്യപുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താൻ ഒക്കൂ. അതുപോലെ തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് വരുത്തിവെച്ച കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളൊക്കെ രാജ്യാന്തര കടങ്ങളൊക്കെ വീട്ടാനായിട്ടും സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വില കൂടുകയൊക്കെ ചെയ്യും. അത് നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് നമ്മളത് ആശ്വസിക്കുക, അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. പിന്നെ അതുപോലെ GDP 6.3% ആക്കി, അതായത് സാമ്പത്തിക വളർച്ച. അതുപോലെ 2014 നിർമ്മിച്ച റോഡുകൾ പ്രതിദിനം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളായിരുന്നു. 2 കിലോമീറ്റർ അവിടെ എല്ലാ സ്റ്റേറ്റുകളും പ്രശ്നങ്ങളും ആയിട്ടിങ്ങനെ കിടന്ന് കുണ്ടും കുഴിയുമായിട്ട് കിടന്ന വീതിയില്ലാത്ത റോഡുകൾ, നാഷണൽ ഹൈവേകൾ, അത് 2 കിലോമീറ്റർ ആകെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി മെയിൻ്റെനൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് 2023 ആയപ്പോഴത്തേനും പെർ ഡേ 68 കിലോമീറ്റർ വീതം റോഡ് വികസനത്തിനായിട്ട് അത്രയും കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിച്ച് ഓരോ ദിവസവും നിർമ്മിച്ചുകൊണ്ടിരുന്നത്. 2 കിലോമീറ്ററാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് റോഡ് വികസനം എഴഞ്ഞെഴഞ്ഞ് പോയിടത്താണ് പ്രതിദിനം 68 കിലോമീറ്റർ റോഡ് വികസിപ്പിക്കാനായിട്ട്, റോഡ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ലോകത്തെ 2ാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കളാണ് ഇന്ത്യ. ആർക്കെങ്കിലും അറിയാം ഇതുവല്ലോ? ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഫോൺ എല്ലാം പണ്ട് ചൈന മേഡായിരുന്നു. എല്ലാ കമ്പനികളും ചൈനയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ന് ഇന്ത്യയിൽ
ലോകത്തിലേക്കും കൂടുതൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് തന്നെ ഇന്ത്യയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഫോൺ നിർമ്മാതാക്കളാണ് ഭാരതം. അവിടെയൊക്കെ ഭാരതത്തെ എത്തിക്കാൻ കഴിഞ്ഞത് മോദിജിയുടെ ദീർഘവീക്ഷണമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറി. ഫിഫ്ത്തായി. അത് ഈ 2024 ശേഷം 26 ആകുമ്പോഴേക്കും അത് മൂന്നാമത്തെ ശക്തിയാക്കണമെന്നാണ് മോദിജിയുടെ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. അത് തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് എൻ്റെ വിചാരം. എല്ലാം കൊണ്ടും ലോകത്തിൽ ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ ഭാരതത്തിന് കഴിയും. പിന്നെ അതുപോലെ ഗോതമ്പ് അരിയുടെ ഏറ്റവും വലിയ ഉൽപ്പാദനം ഇന്ത്യയിലാണ് നടക്കുന്നത്, ഏറ്റവും കൂടുതൽ. പിന്നെ ഇതിനെല്ലാം കാർഷിക രംഗത്തുണ്ടായ വളർച്ചയ്ക്കൊക്കെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ വലിയ വലിയ വാഹനങ്ങളിൽ വന്ന് സമരം ചെയ്ത കർഷകരുടെ കാര്യം മാറ്റി നിർത്തണം. അവരെന്തിനാണ് അങ്ങനെ ഒരു സമരം നടത്തിയതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കർഷകരുടെ അക്കൗണ്ടിലും എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരുമാതിരിപ്പെട്ട സർവറുടെയും അക്കൗണ്ടിൽ 6000 രൂപ വീതം ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞത് തന്നെ ഈ കാർഷിക രംഗത്തെ വളർച്ചയുടെ നമുക്കൊരു അടയാളമായിട്ട് കാണാവുന്നതാണ്. ഒരു തരി ഭൂമി കൃഷി ചെയ്യാത്തവരും കറണ്ട് രസീത് കൊടുത്ത് ഈ 6000 രൂപ കൈപ്പറ്റിയിട്ടാണ് മോദിയെ ചീത്ത വിളിക്കുന്നതെന്നുള്ള വേറൊരു കാര്യം. ഇതിനു മുമ്പിരുന്ന ഗവൺമെൻറ് ഒരു നായ പൈസയെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ ഇന്നത്തെ കാലം വരെ? ഇപ്പോഴാണ് പറയുന്നത് 1 ലക്ഷം കൊടുക്കാം, 1 ലക്ഷം കൊടുക്കാം. പിന്നെ G20 അന്ന് ആ സമയത്ത് ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ G20 ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ ആദ്യത്തെ മീറ്റ് നടന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ്, ശ്രീനഗറിൽ വെച്ചായിരുന്നു. അപ്പം ലോകത്ത് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ഭീകരവാദ പ്രശ്നങ്ങൾ കൊണ്ട് യാതൊരു വിധത്തിലും സമാധാനം നിലനിൽക്കാത്ത ഒരു സംസ്ഥാനമെന്ന പേര് അല്ലെങ്കിൽ ഒരു പ്രദേശമാണെന്ന പേര് കേട്ടിരുന്ന കുപ്രസിദ്ധമായിട്ടുള്ള കാശ്മീർ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയുള്ള കാശ്മീരിലെ ശ്രീനഗറിൽ വെച്ചാണ് ലോകത്തിലെ 20 പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പ്രതിനിധികൾ വന്ന് G20 നടത്തിയത്. അപ്പോൾ G20 ആയിരുന്നു, 20 രാജ്യങ്ങളായിരുന്നു. അവിടെ ഒരു രാജ്യത്തെ ആഫ്രിക്കയെ കൂടെ ചേർത്ത് G21 ആക്കുകയും ചെയ്തു. പിന്നീട് ബാക്കി അത് ഡൽഹി വെച്ചിട്ടാണ്. പിന്നെ സെക്കൻഡ് മീറ്റെല്ലാം ഒരുപാട് മീറ്റുകൾ നടന്നായിരുന്നു. അത് പൂർണ്ണമായത് ഡൽഹി വെച്ചായിട്ടായിരുന്നു. അതൊരു വൻ വിജയമായിരുന്നു. അതുപോലെ 2014 മുതൽ ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ്, സ്പോർട്സ്, അതിന് വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫലമായിട്ടാണ്, അല്ലാതെ എല്ലാ രംഗത്തും സ്പോർട്സ് രംഗത്തും നല്ല പ്രോത്സാഹനം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ 107 മെഡൽ നമ്മൾക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞ. ആ 107ൻ്റെ 2 അക്കം വെറ്റിക്കളയുന്ന മെഡലൊക്കെയാണ് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടി, പിന്നെ അവരുടെ കൂടെ കൂടിയിരിക്കുന്ന മറ്റ് എന്താ പറയണ്ടേ, നൂല് പാർട്ടിയെന്നോ അങ്ങനത്തുള്ള പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് സംവരണ ബില്ല്, വനിതാ സംവരണ ബില്ല്. അവർക്ക് സംവരണം എന്ന് പറയുന്നത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഏത് തരം സംവരണമാണെങ്കിലും അവർക്ക് അത് വോട്ട് ബാങ്ക് നേടാൻ വേണ്ടിയിട്ടുള്ള സംവരണമാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുക, എന്നിട്ട് വോട്ട് നേടുക. ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വനിതാ സംവരണം എന്ന് പറയുന്നത് വനിതകൾ ഇന്ന് എല്ലാ രംഗത്തും തിളങ്ങുന്നതിന് ഇപ്പോൾ തന്നെ കേരളത്തിൽ എത്രയോ കഴിവുറ്റ ശക്തരായ സ്ഥാനാർത്ഥികളാണ് വനിതകളായിട്ട് കേരളത്തിൽ തന്നെ നിൽക്കുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരിപ്പിക്കുന്നതും അതുപോലെ ഭരണത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ അവരെ ഇരുത്തുന്നതും ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയുമല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വനിതാ സംവരണ ബിൽ പാസ്സാക്കി. അതുപോലെ കാശ്മീരിൽ സമാധാനം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നേക്കുമായിട്ട് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊക്കെ കാശ്മീരിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള അവസരം ലഭിച്ചതെന്ന് അവിടെ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, മുൻപ് അവിടെ പോയിട്ടുള്ളവർക്കും അറിയാം. പിന്നെ അതുപോലെ മുത്തലാഖ് ബില്ല് ഒരു ടെലിഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ആ തരത്തിൽ 3 പ്രാവശ്യം തലാഖ് ചൊല്ലിയാൽ ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹബന്ധം റദ്ദ് ചെയ്യാനുള്ള അവകാശമായിരുന്നു മുസ്ലിം വിഭാഗത്തിലുണ്ടായിരുന്നത്. അതിനെ അനേകായിരം മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധീരമായ ഒരു നടപടിയായിരുന്നു മുത്തലാഖ് എടുത്തു കളയുക എന്നുള്ളത്. അതിനും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വോട്ട് ബാങ്കിന് വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പുരുഷന്മാരുടെ അവകാശമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പിന്നെ അതുപോലെ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന
സ്ത്രീ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, അതില്ല ഇപ്പോൾ ഇനി പറയാൻ സമയമില്ല. പദ്ധതികൾ, ബേട്ടി ബച്ചാവോ പദ്ധതികൾ, അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുണ്ടാക്കുന്ന സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിന് മുമ്പെല്ലാം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ കൊടുക്കുക, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത്, ഇവിടെ ഒരു കൺസ്യൂമർ കൺട്രി ആയിരുന്നു. കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. അതിനെ ഉടനെ അങ്ങ് മാറത്തില്ല. അത് കേരളക്കാർ വിചാരിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. അത് ഇപ്രാവശ്യവും മാറുമെന്ന് എനിക്കൊരു വിചാരവും ഇല്ല. പക്ഷേ കൺസ്യൂമർ കൺട്രി അല്ലെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പം മാറി അങ്ങോട്ട് എക്സ്പോർട്ട് കൺട്രി ആയിട്ട് മാറി. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പൈസ വരത്തുള്ളൂ. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാശെല്ലാം അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കാശ് വാങ്ങിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയതും കഴിഞ്ഞ 10 വർഷത്തിനുള്ള പല പരിപാടികൾ ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. കാർഷികോൽപ്പന്നങ്ങളാണെങ്കിലും മറ്റ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും എല്ലാം അങ്ങോട്ട് വിറ്റിട്ട് കാശ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന പരിപാടി തുടങ്ങിയത്, അതിനൊരു ഊർജ്ജം പകർന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ മോദിജി ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും, പണ്ടൊരാൾ ഒരു സായിപ്പ് കളിയാക്കിയെന്നാണ് പറയുന്നത്, തമിഴ്നാട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരാളിൻ്റെ കയ്യിൽ, ആ ആടിനെയും പശുവിനെയും ഒക്കെ മേയിച്ചുകൊണ്ട് നടക്കുന്നവരുടെ കയ്യിൽ ഒരു കൈ കയറും ഒരു കയ്യിൽ മൊബൈൽ ഫോണുമാണെന്ന്. നിങ്ങളുടെ നാട്ടിൽ ഒരു കയ്യിൽ മൊബൈൽ ഫോണും ഒരു കയ്യിൽ പശുവിൻ്റെ കയറുമാണെന്ന് അയാൾ കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും അതൊരു സത്യമാണ്. ഇന്ന് ഭാരതത്തിൻ്റെ ഏത് മുക്കിലും മൂലയ്ക്കും കോണിലും ചെന്നാലും ഡിജിറ്റൽ ഇന്ത്യയുടെ ആ പ്രയോജനം എടുക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും കാണത്തില്ല. മൊബൈൽ ഫോൺ മാത്രമല്ല, ഏതൊരു കരിക്ക് കച്ചവടക്കാരൻ്റെ മുന്നിലും ഗൂഗിൾ പേ ഉണ്ട്. നമുക്ക് പൈസ കയ്യിൽ പൈസയായിട്ടില്ലെങ്കിലും പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ പേ ചെയ്യാനുള്ള സൗകര്യവും അയാൾക്കത് സ്വീകരിക്കാനുള്ള സൗകര്യവും അതാരാ കൊണ്ടുവന്നത്? ഇപ്പോൾ ജിയോയെയും ഇവരെയും അംബാനി അദാനി എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെല്ലാം ഇതിൻ്റെ ഉപഭോക്താക്കളാണെന്നുള്ളതും ഒരു വസ്തുത. ഇതിനു മുമ്പൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതൊക്കെ വെസ്റ്റേൺ രാജ്യത്ത് എന്നേ വന്ന കാര്യങ്ങളാണ്. പിന്നെ ചാർധാം തീർത്ഥാടനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ സ്വച്ഛ ഭാരത്, അത് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് പറയാവുന്ന കാര്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനം, ഇപ്പോൾ ഇവിടെ കേരളത്തിലെ എല്ലാവരും ഭയങ്കര വൃത്തിയുള്ളവരും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമാന്മാരും അതുപോലെ തന്നെ മതേതരം മാത്രം ഡെയിലി 3 നേരം കഴിക്കുന്നവരും ഒക്കെ ആയിട്ടും ബ്രഹ്മപുരം മാലിന്യം കാരണം എറണാകുളം ജില്ലയും സമീപ ജില്ലക്കാരും എത്രമാത്രം കഷ്ടവും നഷ്ടവും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ഏത് മൂലയ്ക്ക് ചെന്നാലും മുക്കിന് ചെന്നാലും മാലിന്യ കൂമ്പാരങ്ങളും മാലിന്യമേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചായത്തുകാരെയൊക്കെ ഇറക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിലുള്ള ഫലം കാണുന്നില്ലെന്ന് നമുക്ക് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. സ്വച്ഛ ഭാരത്, പിന്നെ അതുപോലെ തന്നെ VIP കൾച്ചർ നിലനിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് കേരളത്തിൽ പല ക്ഷേത്രങ്ങളിൽ ഈ VIP കൾച്ചറുണ്ട്. 1000 രൂപയും 1500 രൂപയും വാങ്ങിച്ചിട്ട് ഗുരുവായൂരും അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അവർക്ക് ആദ്യം ദർശനം കൊടുക്കുക. മണിക്കൂറുകളോളം ക്യൂ നിന്ന് കഷ്ടപ്പെടുന്ന പൊതുജനങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ ചെല്ലണമെങ്കിൽ 1000-1500 രൂപ കൊടുത്താലേ ആദ്യം ചെല്ലാൻ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥ. പിന്നെ അതുപോലെ ശബരിമലയിൽ എല്ലാ വർഷവും കാണുന്നതാണ്, മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും അവിടെ പോയി ഇങ്ങനെ വെറുതെ തൊഴാൻ പോലും ഉള്ള കൈയെടുക്കാൻ പോലും മനസ്സില്ലാത്തവരും മുന്നേ കയറി ഇങ്ങനെ നിൽക്കുന്നവർ. അപ്പോൾ അതാണ് VIP കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ എവിടെ ചെന്നാലും VIPകൾക്ക് പരിഗണന. ആ VIP പരിഗണനയെല്ലാം പോയി സമൂഹത്തിൻ്റെ ഇങ്ങ് താഴേക്കിടയിലുള്ളവർക്കും അവാർഡുകളും നാഷണൽ അവാർഡുകളും ഒക്കെ കിട്ടാൻ തുടങ്ങിയതിൻ്റെ എത്രയോ തെളിവുകളുണ്ട്. അപ്പോൾ ആ VIP കൾച്ചറെല്ലാം മാറ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും മാറാനായിട്ട് കുറേ പേരുടെ മനസ്സിലുണ്ട്, അത് മാറാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഭാരത്മാല, സാഗർമാല എന്ന് പറയുന്ന സമുദ്ര സംരക്ഷണ പദ്ധതികൾ, സോജില ടണൽ, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, അതായത് കടലിലൂടെ ഏറ്റവും ദൂരത്തിലുള്ള ഒരു പാത നിർമ്മിച്ചത് കൂടാതെ മുംബൈയിലെ ഹാർബേഴ്സൊക്കെ, അതായത് തുറമുഖങ്ങളൊക്കെ വികസിപ്പിക്കുന്ന ഒരു പദ്ധതി. പിന്നെ നോട്ട് നിരോധനം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് ആർക്കൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒത്തിരി പേരെ തലകറങ്ങി വീണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതായിട്ടൊക്കെ ആൾക്കാർ അതൊക്കെയാണ് എടുത്ത് പറയുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടായ നേട്ടങ്ങളാരും കാണുന്നില്ല. കള്ളപ്പണം എന്നേക്കുമായിട്ട് ഒരു നല്ലൊരു ശതമാനം അവസാനിപ്പിക്കാൻ നോട്ട് നിരോധനം വഴി കഴിഞ്ഞിട്ടുണ്ട്. ധീരമായ തീരുമാനമായിരുന്നു അത്. പിന്നെ അടൽ സേതു, ഏറ്റവും നീളം കൂടിയ പാലം, അതുപോലെ സുദർശൻ സേതു, ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം, പിന്നെ ആയുഷ്മാൻ ഭാരത്, അതായത്
സാധാരണക്കാരനും പാവങ്ങളുമായിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മറ്റ് മാർഗങ്ങൾ, പൈസയ്ക്ക് മാർഗമൊന്നും ഇല്ലാത്തവർക്ക് നിസാര പൈസ കൊടുത്ത് ഈ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയിൽ ചേർന്ന് അവർക്ക് ആശുപത്രി ചെലവുകൾ വഹിക്കാവുന്നതാണ്. അത് ഈ അടുത്ത പ്രകടന പത്രികയിൽ അതിൻ്റെ തുക കൂട്ടി 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും 5 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് പ്രകടന പത്രികയിൽ മോഡിജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാമ വ്യവസായ വിൽപ്പന, അത് 12,80,000 കോടി, 4 മടങ്ങായി. ഗ്രാമ വ്യവസായ വിൽപ്പന എന്ന് വെച്ചാൽ ഗ്രാമത്തിലുണ്ടാക്കുന്ന ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ പിന്നെ വിൽക്കാനുള്ള മേളകളും അങ്ങനെയുള്ള സംഭവങ്ങളുമൊക്കെ. പിന്നെ സർവകലാശാലകൾ 723 സർവകലാശാലകളെ ഭാരതത്തിലുള്ളായിരുന്നു, അത് 1180 പിന്നെ ISROയുടെ ബഡ്ജറ്റ് ഇരട്ടിയാക്കി എന്നുള്ളത്, അതിൻ്റെ തുക കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല വന്നത്. ISROയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാഹ്യാകാശത്തേക്ക് ചന്ദ്രയാനും സൂര്യയാനും ഗഗൻയാനും ഒക്കെ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ബഡ്ജറ്റിൽ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അതിൻ്റെ പ്രയോജനം കാണാനുമുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെപ്പറ്റി ചിന്തിക്കുക. നമുക്ക് പിന്നെ പെട്രോളിന് വില കൂടിയെന്നോ ഗ്യാസിന് വില കൂടിയെന്നോ അതൊക്കെ കാലാനുസൃതമായി കൂട്ടിയാൽ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിക്കും പ്രതിരോധ ചെലവിനും ഒക്കെ സാമ്പത്തിക ബഡ്ജറ്റ് സാമ്പത്തികം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചില്ലറ കഷ്ടനഷ്ടങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ആ മുന്നോട്ട് പോകുന്ന ആ പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിനും നമ്മുടെ രാജ്യത്ത് നമുക്ക് സുരക്ഷിതമായിട്ട് മറ്റ് ഭീകരാക്രമണങ്ങളിൽ നിന്നോ അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നോ ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ബോംബ് സ്ഫോടനം തൊട്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ രക്ഷ നേടി സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്നതിനും അതുപോലെ ഭാരതത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ നെറുകയിലെത്താനും വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരുടെയും സ്വന്തം വോട്ടവകാശം ഈ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന മോദിജി ഗവൺമെൻറ്റിന് മോദിജിക്ക് നൽകണം. അദ്ദേഹത്തിൻ്റെ ടീമിന് നൽകിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ വികസന പ്രവർത്തനങ്ങളെ തുടർന്നു പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്.